ലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. എന്തായാലും CPM മൗനം തുടരുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. നേതാക്കന്മാർ പ്രതിരോധിക്കാൻ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിലൊക്കെ കഴിഞ്ഞ ഏറെ നാളുകളായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം LDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ ഇ.പി. ജയരാജനൊക്കെ പറഞ്ഞത് ഒരു പാവം പെൺകുട്ടിയെ പുതുതായി ഒരു ബിസിനസ് നടത്താനൊക്കെ സമ്മതിക്കില്ലേ എന്നുള്ള ഒരു വിഷമമൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. പൊതുജനങ്ങൾക്ക് മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പരിവേദനം എന്ന് മറന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതിന് ശേഷം തന്നെ ഈ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇത് പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. പക്ഷേ കൂടുതൽ തെളിവുകൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് എത്തുമ്പോൾ കീഴ്ഘടകങ്ങളോട് പോലും വിശദീകരിക്കാനാവുന്നില്ല നേതൃത്വത്തിന് എന്ന് വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വീണാ വിജയവുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറിയതിനു ശേഷം CPM പ്രതിരോധിക്കാനുള്ള നടപടികൾ പല രീതിയിൽ നോക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് CPM നേതൃത്വവും ഇതിനനുകൂലമായിട്ട്, അതായത് വീണയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ പല നേതാക്കളും ഈ വീണാ വിജയന് അനുകൂലമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രതിരോധിക്കുവാനുള്ള ഒരു തീവ്ര പരിശ്രമം ഒരറ്റത്ത് നടക്കുമ്പോഴാണ് ഈ തെളിവുകളെല്ലാം വീണ്ടും പുറത്തേക്ക് വരുന്ന, അല്ലെങ്കിൽ മറനീക്കി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ SFIO അതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യം വരെ എത്തി നിൽക്കുന്നത് ഈ പ്രതിരോധ നടപടികളെല്ലാം ഈ CPM സ്വീകരിക്കുന്നതിനിടയിലാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ്, അതായത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ആദ്യം ഒരു ആശങ്ക ഇവർക്ക് നിലനിന്നിരുന്നു. അതിനുശേഷമാണ് ഈ എന്തായാലും വീണാ വിജയൻ അനുകൂലമായിട്ട് പ്രതികരിക്കാം, അല്ലെങ്കിൽ അനുകൂല നിലപാടെടുക്കാം എന്ന രീതിയിലെല്ലാം പാർട്ടിയും നേതാക്കന്മാരും എല്ലാം വരുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ ഏത് ഒരു നിലപാടാണോ സ്വീകരിച്ചത് അതിന് വിരുദ്ധമായൊരു നിലപാടാണ് ഈ വീണാ വിജയന്റെ കാര്യത്തിൽ സ്വീകരിച്ചതെന്ന് നമുക്ക് പറയാം. ഇത്തരത്തിലൊരു സാഹചര്യം, അത് മുഖ്യമന്ത്രിയുടെ ഒരു മകളെന്ന ഒരു പ്രിവിലേജ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വീണാ വിജയന് പാർട്ടി പൂർണ്ണമായും പിന്തുണ കൊടുക്കുകയും നൽകുകയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഇതിൻ്റെ ഒരു വിശദീകരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ഈ വിഷയം എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഈ വീണാ വിജയൻ്റെ കമ്പനിയുടെ കാര്യമാണ്. കമ്പനിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്, മേൽവിലാസം എന്ന് പറയുന്നത്, അത് AKG സെൻറ്ററിൻ്റെ മേൽവിലാസമാണ് നൽകിയത്. ഇതിലാണ് ഇപ്പോൾ ഈ CPM ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ വന്നിരിക്കുന്നത്. അതായത് ഈ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഈ ബാധ്യതയിലേക്ക് വരുമ്പോൾ ഈ മേൽവിലാസം എങ്ങനെ വന്നു, അല്ലെങ്കിൽ മേൽവിലാസം അത് കൊടുക്കാനുണ്ടായ സാഹചര്യം, ഇതെല്ലാം വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം അതിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശദീകരണം മറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തകരിൽ നിന്നത് മറച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ രാഷ്ട്രീയ CPMൻ്റെ ഒരു രീതിയാണ് ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കീഴ്ഘടകങ്ങളിൽ ഒരു റിപ്പോർട്ട് നൽകുകയുമൊക്കെ ചെയ്യുമായിരുന്നു. അതായത് ഈ ജില്ലാ സെക്രട്ടറിമാർ തൊട്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് തുടങ്ങിയവരിലേക്കെല്ലാം ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകുകയും ഒക്കെ ചെയ്യും. അതിനകത്താണ് ഇത്തരത്തിൽ ഈ വിഷയങ്ങളൊന്നും, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും പരാമർശിക്കാതെ പോകുന്നത്. അതായത് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ എക്സാലോജിക്കും CMRL തമ്മിലുള്ള ബന്ധം, ഇതിലൊന്നും പ്രതിപാദിക്കാതെ, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളൊന്നും പ്രതിപാദിക്കാതെയാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരം വിഷയങ്ങളൊന്നും പ്രതികരിക്കേണ്ടതില്ല എന്നൊരു രീതി തന്നെയാണ് കീഴ്ഘടകങ്ങളിലേക്കും ഇത് കൊടുത്തിരിക്കുന്നത്. കർശനമായൊരു നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് ഇത്തരം ചർച്ചയാക്കേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം ഇത് പ്രവർത്തകരിൽ നിന്ന് പോലും മറച്ചു വയ്ക്കുകൊണ്ട് ഈ ഒരു നിലപാട് CPM സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഇനി പ്രവർത്തകർ പോലും പ്രതികരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇത് CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധം എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഉള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇത് കൃത്യമായിട്ടും ഇതിൽ ഒരു CPM പ്രതിരോധത്തിനായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വന്തം പ്രവർത്തകരോട് പോലും വിശദീകരിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർത്തും ഒരു വശത്ത് നേതാക്കന്മാർ എല്ലാവരും ഈ വീണയ്ക്ക് അനുകൂലമായി പ്രതികരിക്കുമ്പോൾ, അല്ലെങ്കിൽ എക്സാലോജിക്കിന് വേണ്ടി പ്രതികരിക്കുമ്പോൾ, എന്നാൽ തങ്ങളുടെ പാർട്ടിയിലേക്ക് തന്നെ ഇതിനൊരു വിശദീകരണം നൽകുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് SFIയുടെ അന്വേഷണം ആരംഭിച്ചു
സൂചിപ്പിച്ചിരിക്കുന്നു. ഏകദേശം ഉടൻ തന്നെ വീണ വിജയനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്നോ നാളെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിത്തീരുന്നാൽ കൂടുതൽ പാർട്ടി പ്രതിരോധത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതുകൊണ്ട് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വീണ വിജയൻ ഈ കർണാടക ഹൈക്കോടതിയിൽ സമീപിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് കീഴ്ഘടകങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് പൂർണ്ണമായും ഈ വിഷയങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് CMRL-ഉം അതുപോലെ തന്നെ ഈ എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധവും ഈ എക്സാലോജിക്കും ഈ ഇന്റർലിങ്ക് സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലടക്കമുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അവതരണമാണ് റിപ്പോർട്ട് അവതരണമാണ് ഈ കീഴ്ഘടകങ്ങളിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലൊരു സമീപനം ആണ് CPM സ്വീകരിച്ചിരിക്കുകയും ചെയ്യുന്നത്. അതായത് ഒരിക്കലും തങ്ങളുടെ പ്രവർത്തകരിൽ നിന്ന് പോലും മറച്ചു വെക്കേണ്ട ഒരു സാഹചര്യം CPM-ന് എത്തിച്ചേർന്നു എന്ന് പറയുന്നതും ദൗർഭാഗ്യകരമാണ്. കാരണം അത്രയ്ക്കും ഈ വിഷയം CPM-നെ അലട്ടുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിരോധത്തിലായതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സ്വന്തം പ്രവർത്തകരിൽ നിന്ന് പോലും ഒളിച്ചു വെച്ചുകൊണ്ടൊരു നീക്കം CPM നടത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു പ്രതിരോധിക്കുവാൻ പോലും ഇവർക്ക് കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. പലതവണ പല നേതാക്കന്മാരും പറയുന്നെങ്കിൽ പോലും പ്രതിരോധിക്കുന്നെങ്കിൽ പോലും അത് അതിനും കഴിയാത്ത സാഹചര്യമുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഇതിൽ AKG സെന്ററിന്റെ പേര് വന്നതിൽ തന്നെ പലർക്കും അതൃപ്തിയുണ്ട്. പലരും അത് പുറത്തു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പല നേതാക്കന്മാർക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അതൃപ്തിയുണ്ട്. എന്നാൽ അത് പുറത്തേക്ക് പ്രതികരിച്ച് ഒരു പൊതു ഇടത്തിൽ ഒരു വലിയ ചർച്ചയാക്കി മാറ്റി ഈ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട് എന്ന രീതിയിലേക്ക് ഒരു ചർച്ചയാക്കി കൊണ്ടുവരാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പൊതുസമൂഹത്തിന് മുന്നിലേക്കൊരു ഇതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഇത് എങ്ങനെ ഈ മേൽവിലാസം AKG സെന്ററിന് വന്നു എന്നതെല്ലാം ഒരു ചർച്ചയായിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ AKG സെന്ററിന്റെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ വ്യാപാര ശൃംഖല അല്ലെങ്കിൽ ബിസിനസ് ശൃംഖല വളർത്തുക എന്നൊരു ലക്ഷ്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് വീണ ഇത്തരത്തിൽ AKG സെന്ററിനെ ഉപയോഗിച്ചത് എന്നിടത്തിൽ വ്യാപകമായ വിമർശനങ്ങളെല്ലാം ഉയർന്നിരുന്നു. എന്നാൽ അതൊന്നും പിന്നീട് ചർച്ചയാക്കാൻ പാർട്ടി തയ്യാറായില്ല, അല്ലെങ്കിൽ പാർട്ടി അതിന് തയ്യാറായില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അത് പിണറായി വിജയൻ്റെ ഏകാധിപത്യ സ്വഭാവത്തിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരം കാര്യങ്ങൾ ചർച്ചയാക്കേണ്ട എന്നൊരു തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. കീഴ്ഘടകങ്ങളിൽ പോലും അല്ലെങ്കിൽ പാർട്ടിയിലെ അണികളെപ്പോലും വിശ്വാസത്തിലെടുക്കുവാൻ കഴിയാത്ത രീതിയിലേക്ക് CPM മാറുന്ന ഒരു സാഹചര്യം ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുകയാണ്. വളരെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ. കൂടുതൽ ഈ SFIയുടെ അന്വേഷണം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ പ്രതിരോധം ആകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, SFIയുടെ മുന്നിലേക്ക് വീണ വിജയൻ ചോദ്യം ചെയ്യലിനായി ഹാജരാകേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിരോധത്തിലാകും. പാർട്ടിയെ അതിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടൊരു ന്യായീകരണത്തിന് ഉള്ള സാധ്യത അല്ലെങ്കിൽ എല്ലാം അടയുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യും. മാത്രമല്ല ഇനി ഒരുപക്ഷെ ഈ SFIയുടെ അന്വേഷണം AKG സെന്റർ കേന്ദ്രീകരിച്ചും നടക്കുകയാണെങ്കിൽ, ഈ മേൽവിലാസം AKG സെന്ററിലാണ് എന്നതുകൊണ്ട് തന്നെ AKG സെന്ററിനെ കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം വരികയാണെങ്കിൽ അതും CPM-നെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പകപോക്കൽ എന്ന രീതിയിൽ, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിക്ക് മേൽ പഴിചാർത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ഇവർ നീങ്ങുന്നത്. നമുക്കറിയാം, നേരത്തെയും ഇതുപോലെ കരുവന്നൂർ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുമ്പോൾ അത് കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് അല്ലെങ്കിൽ ഏജൻസികളെ പഴിചാരിക്കൊണ്ടുള്ളൊരു ഏജൻസികളെ കടന്നാക്രമിച്ചുകൊണ്ടൊരു സമീപനമാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു സമീപനം തന്നെയാണ് ഇക്കാര്യത്തിലും ഇന്റർലിങ്ക് ഈ സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലും എക്സാലോജിക്കിന്റെ കാര്യത്തിലും CMRL കാര്യത്തിലുമെല്ലാം വന്നിരിക്കുന്നത്. അതായത് ഈ അന്വേഷണം നടത്തുന്ന ഏജൻസിയെ പഴിചാരിക്കേണ്ട ഒരു സമീപനത്തിലേക്ക് ആണ് ഇപ്പോൾ CPM നീങ്ങുന്നത്. എന്തായാലും വളരെ പ്രതിരോധത്തിലാണ് CPM എത്തിയിരിക്കുന്നത്. സ്വന്തം അണികളെപ്പോലും വിശ്വാസത്തിലെടുക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കീഴ്ഘടകങ്ങളിലേക്ക് അയച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഈ വിഷയങ്ങളൊന്നും പ്രതിപാദിക്കാതെ CPM ഒഴിഞ്ഞു മാറുന്നതെന്നാണ് ശ്രദ്ധേയം. അനു.